2025 UK യൂറോപ്യൻ കൺട്രീസിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണ് നിങ്ങൾ. എന്നാ കേട്ടോ കുറച്ച് കാര്യങ്ങൾ. ജാനുവരി 8 മുതൽ യുകെയിലേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്പോർട്ടും ഒരു ഫ്ലൈറ്റ് ടിക്കറ്റും മാത്രം പോരാ. ETA ഇലക്ട്രോണിക് ട്രാവൽ ഓത്തറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോമും കൂടി നിങ്ങൾ കയ്യിൽ കരുതണം. ഇത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. UK ETA എന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ UK ETA എന്നുള്ളൊരു മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഇതിന്റെ വാലിഡിറ്റി വരുന്നത് 2 years അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് എക്സ്പയറി വരെയാണ്. അതായത് ഈ 2 yearsൽ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും യുകെയിലേക്ക് പോയിട്ട് വരാം. അതിനിടയിൽ നിങ്ങളുടെ പാസ്പോർട്ട് എക്സ്പയർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ ETA അപ്ലൈ ചെയ്യേണ്ടി വരും. ആൻഡ് ഫീസ് എന്ന് പറയുന്നത് £10 പെർ പേഴ്സൺ ആണ്. ഇനി മെയ് മാസത്തിന് ശേഷം നിങ്ങൾ യൂറോപ്യൻ കൺട്രീസ് ആണ് ഡെസ്റ്റിനേഷൻ ആയിട്ട് തെരഞ്ഞെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 30 യൂറോപ്യൻ കൺട്രീസിലേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ETIAS എന്നുള്ള ഒരു ട്രാവൽ ഓത്തറൈസേഷൻ ഫോം ആണ് നിങ്ങൾക്ക് വേണ്ടത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ വെബ്സൈറ്റ് വഴി ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 3 years അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് എക്സ്പയറി വരെയാണ്. ആൻഡ് ഫീസ് വരുന്നത് €7 പെർ പേഴ്സൺ ആണ്. കാനഡ, USA അതുപോലെ തന്നെ 60 വിസ എക്സംപ്റ്റ് നാഷണൽസിനെയാണ് ഈ ഒരു റൂൾ എഫക്ട് ചെയ്യണത്. ഇതിനൊക്കെ പുറമെ നിങ്ങൾ മെയിൻ ആയിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കൺട്രിയിലേക്ക് ട്രാവൽ ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ പാസ്പോർട്ടിന്റെ വാലിഡിറ്റി ആണ്. മിക്ക കൺട്രീസിലും 6 months എങ്കിലും മിനിമം നിങ്ങളുടെ പാസ്പോർട്ട് വാലിഡ് ആയിരിക്കണം. അപ്പൊ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുമ്പോൾ ഇതും കൂടി ഒന്ന് മനസ്സിൽ കരുതിയിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ലൈഫ് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ട്രിപ്പും അടിപൊളിയാവട്ടെ.